ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോഡ്. അപ്പോൾ തലപതിയുടെ പടം തീർത്തും എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. വലിയ ട്രെയിലറിനോടാണെങ്കിലും ട്രെയിലർ കണ്ടതിന് ശേഷമാണെങ്കിലും പോസ്റ്റേഴ്സ് ഇറങ്ങിയതാണെങ്കിലും പാട്ട് ഇറങ്ങിയതാണെങ്കിലും എല്ലാവരും മിക്സഡ് റെസ്പോൺസ് ആയതുകൊണ്ട് എനിക്കും വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. സോ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി എന്നെ സിനിമ എന്താ പറയുക തൃപ്തിപ്പെടുത്തിയെന്ന് വെച്ചാൽ ഞാൻ പറയും ഇറ്റ്സ് എ ഡീസെന്റ് എന്റർടൈനർ. നമുക്ക് ഒരു പ്രാവശ്യം എന്തായാലും തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ ഞാൻ മിസ് ചെയ്തത് ആ വിജയ്ക്കായിട്ടുള്ള കുറെ എലിവേഷൻ സീൻസ് ഒക്കെ നമ്മളൊരു വിജയപടത്തിൽ പ്രതീക്ഷിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബീസ്റ്റ് ഒരു ഫ്ലോപ്പ് ആണെങ്കിൽ കൂടെ ആ മോളില് വിജയ് ഫസ്റ്റ് ടൈം ഒരു പവർ കൊടുത്തിട്ട് ഒരു നടന്നു വരുന്ന ഒരു സീൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ക്ലാപ്സും മിസ്സിലൊക്കെ വരും. അങ്ങനെയുള്ള കുറെ സീനുകൾ ഈ പടത്തിൽ മിസ്സാണ്. കാരണം ഇൻട്രോ തൊട്ട് എനിക്ക് തോന്നിയത് സംതിങ് ഈസ് മിസ്സിങ് എന്ന് എനിക്ക് തോന്നി. കാരണം ഇവർ കഥനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കുറെ പോയിരിക്കുന്നത്. അപ്പോൾ വിജയ്ക്കായിട്ടുള്ള എലിവേഷൻ സീൻസ് ഒക്കെ കുറച്ച് കമ്മിയാണ്. പക്ഷേ ഹീറോനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇത് നെഗറ്റീവ് ക്യാരക്ടർ അപ്പോൾ ആ ക്യാരക്ടറിന് നല്ലപോലെ ഇവര് സൂപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മങ്കാത്തിയിൽ എങ്ങനെ അജിത്തിന് വർക്കൗട്ട് ആയിരിക്കണോ അതുപോലെ വിജയ്ക്ക് ഈ പടത്തിൽ ഉറപ്പായിട്ടും അത് വർക്കൗട്ട് ആവും. കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ ഡി ഏജിങ് ചെയ്തതാണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ VFX കോട്ട വിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫസ്റ്റ് ഓപ്പണിംഗ് സീൻ തൊട്ട് VFX നമുക്ക് ഇത്രയൊക്കെ കാശ് മുടക്കി ചെയ്യുമ്പോൾ VFX കുറച്ച് നല്ലതുപോലെ ചെയ്യായിരുന്നു എന്ന് തോന്നിപ്പോവും. പിന്നെ വെങ്കട് പ്രഭു ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ്റെ വർക്ക് നല്ലതാണ് ഈ പടത്തിലും. കോമഡി ആയിക്കോട്ടെ, സെന്റിമെന്റ്സ് ആയിക്കോട്ടെ, മിക്സഡ് ഇമോഷൻസ് ഇങ്ങനെ കൊണ്ടുപോയി കുറച്ച് എലിവേറ്റ് ചെയ്ത് പിന്നെയും താഴെ വന്ന് പിന്നെയും മേളപ്പോയി പിന്നെയും താഴെ വന്ന് അങ്ങനെ പോകുന്നുണ്ട് സിനിമ. ഒരു 3 മണിക്കൂർ എടുത്തുണ്ട്. ക്ലൈമാക്സിന്റെ പോർഷൻസ് വെങ്കട് പ്രഭു ഓൾറെഡി ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 40 മിനിറ്റ് സൂപ്പർ ആയിരുന്നു. യുവൻ പാട്ടുകളൊക്കെ റീവർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എസ്പെഷ്യലി വിസിൽ പോഡ് സോങ് തിയേറ്ററിൽ അവര് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. കാരണം അത് ഒന്ന് റീമിക്സ് ചെയ്തിട്ട് എക്സ്ട്രാ ബീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വിസിൽ പോഡ് സോങ് പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ടുകൾ യുവന്റെ BGM കൊള്ളായിരുന്നു. പക്ഷെ പാട്ട് പലയിടത്തും മിസ്പ്ലേസ്ഡ് ആണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വരുന്ന എന്താ പറയുക സ്പാർക്ക്, അതിനൊന്നും ഒരു ആവശ്യമില്ല ആ സ്പാർക്കിൻ സോങ്. പിന്നെ ആ മട്ട എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ടും ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വിടായിരുന്നു. കാരണം 3 മണിക്കൂർ സിനിമയ്ക്കിടയിൽ ആവശ്യമില്ലാതെ പാട്ട് കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബോറടിച്ചു തുടങ്ങും. അതാണ് പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള പടത്തിന്റെ ഒരു ഫ്ലോ പോയി എന്നൊന്ന് തോന്നിപ്പിച്ചത്. സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ ഒരു 2 പാട്ടുകളിനെ ഇടയ്ക്കിട്ട് കുറച്ച് സ്ലോ ആക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് പടം എന്താ ഒരു ഗ്രിപ്പ് വരാത്തതെന്ന് തോന്നിപ്പോയി. പിന്നെ പടത്തില് പ്രശാന്ത്, നമ്മുടെ പ്രഭുദേവ, ഇവരൊക്കെ ഉണ്ടല്ലോ, ജയറാം. പക്ഷെ ഇവർക്കൊക്കെ ഈക്വൽ ആയിട്ട് തന്നെ റോള് നല്ലപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ റോള് സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്നേഹ ആയിക്കോട്ടെ, ലൈലയ്ക്ക് കുറച്ചേലും സ്നേഹയൊക്കെ സൂപ്പർ ആയിട്ട് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തിയേറ്ററിൽ എന്തായാലും കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഗോട്ട്. തലപതി ഫാൻസിന് എന്തായാലും ഇഷ്ടപ്പെടും, നോർമൽ ഓഡിയൻസിനും ഇഷ്ടപ്പെടാം. കാരണം അങ്ങനെ എന്താ പറയാ കുറ്റം പറയാനുള്ള അത്ര ഒന്നും സിനിമയിലില്ല. ഒരു നോർമൽ പടം സൂപ്പറായി പോയത് തിയേറ്ററിൽ എൻജോയ് ചെയ്യാം. കാരണം ഈ അടുത്തൊന്നും തമിഴ് സിനിമയിൽ ഒട്ടും നല്ല സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊട്ടും മോശപ്പെടുത്താത്തൊരു എന്റർടൈനർ തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. ധൈര്യത്തോടെ തിയേറ്ററിൽ പോയി കാണാം. പിന്നെ ഗോട്ടിൽ എന്താണ് പ്രത്യേകിച്ച് പറയണത്, ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫസ്റ്റ് ഹാഫാണ്. ഇന്റർവെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തും. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ വരുന്ന ചെറിയൊരു ലാഗ് മാത്രമാണ് പ്രശ്നം. ക്ലൈമാക്സിനോട് വരുമ്പോൾ പടം പിന്നെയും ഗ്രിപ്പാവും. ക്ലൈമാക്സ് സൂപ്പറാണ്. അത് എൻ്റെ ഒരു എൻ ക്രെഡിറ്റ് പോലൊരു സാധനം കാണിക്കുന്നത് അത് വേണ്ടാന്ന് എനിക്ക് തോന്നി. കാരണം ഇതിനൊരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്നാലും അവരത് കാണിക്കുന്നുണ്ട്. ചുമ്മാ ഒരു ലീഡ് ഇട്ട് വെച്ചായിരിക്കും. എന്തായാലും തലപതിക്ക് ഒരു സിനിമ കൂടിയുള്ളൂ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുക. പുള്ളിക്കാരന്റെ സ്ക്രീൻ പ്രസൻസ് വേറെ ലെവലാണ് ഗൈസ്. വിജയ് ഞാൻ പറയാൻ പറ്റത് വിജയിനെ കുറിച്ച് പറയാൻ പറ്റ ഒരു ഫീല്. സോ തലപതി തകർത്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരന്റെ അഭിനയം, ആ അച്ഛൻ റോളൊക്കെ ക്യാരി ചെയ്ത വിധം പൊളിയാണ്. അതുപോലെ മകൻ, ആ നെഗറ്റീവ് ക്യാരക്ടർ, അത് നമ്മൾ വിജയിന് ഈ ഷെയ്ഡിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എന്താ പറയുക ഒരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് അതിന് മുന്നോടിയായിട്ട് വരുന്നൊരു എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ഒരു സീനൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വിജയ് കയറി പൊളിച്ചടിക്കുന്നുണ്ട്. കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിജയ് ഫാൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. അല്ലാത്തവരും കണ്ടു നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഗോട്ട് എനിക്കൊരു ആവറേജ് എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം.